ചെമ്പനിപ്പൂ സീരിയലിലെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ചന്ദ്രമതി പോയി കഴിഞ്ഞ ശേഷം സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത്? അമ്മ എന്താ രേവതി പറഞ്ഞത്? അമ്മ എല്ലാം ശരിയായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു വർഷം നിങ്ങൾ എന്റെ കൂടെ കടമ കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ചതാണ്. നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നിട്ടില്ല എന്നും ഞാൻ നിങ്ങളുടെ മനസ്സിലില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ശരി, അത് വിട്ടേക്ക്. അമ്മ സാധാരണയായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നില്ലേ, അത് നീ അങ്ങനെ അങ്ങ് വിട്ട് കളഞ്ഞ പോരെ. അത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട്, അല്ലെങ്കിലും അമ്മ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ, നിങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറഞ്ഞു എന്നാണ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞില്ലേ, അവന്റെ ഏട്ടൻ ഓടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ കല്യാണം കഴിക്കാൻ വെച്ച ആ പെണ്ണിനെ അവന്റെ തലയിൽ കെട്ടിവെക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോകും. അതുപോലെ നീ പെടണ്ട എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ, അത് ചുമ്മാ രേവതി ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. നിങ്ങൾക്ക് അല്ലെങ്കിലും എല്ലാം തമാശ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുക? അപ്പൊ നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത് എന്നെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു എന്ന് തന്നെയാണല്ലേ? നിങ്ങൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോഴേക്കും, രേവതി നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുവാണ്. ഞാൻ ആ സുധി ഓടുകാലിക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഓരോന്നും ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എന്നാ നീ എന്തിനാ അത് പിടിച്ചു കയറിയിട്ട് മുഖം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്? സച്ചേട്ടൻ എന്ത് പറയുന്ന സമയത്ത് അത് എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. മറ്റുള്ളവരെ എന്താ എന്നെ കുറിച്ച് വിചാരിക്കുക? അപ്പോഴേക്കും സച്ചിക്ക് കോൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവരെ എന്ത് വിചാരിച്ചാലും നമുക്ക് എന്ത് വരാനാണ്? ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നു വിചാരിച്ചിട്ട് സംസാരിക്കാറില്ല. എനിക്ക് എന്താണ് തോന്നുന്നത് അത് ഞാൻ സംസാരിക്കും. അത് ശരിയാണ്, സച്ചേട്ടൻ തോന്നുന്ന പോലെ സംസാരിക്കും. മറ്റുള്ളവരുടെ മനസ്സ് വേദനിച്ചാലും സച്ചേട്ടന് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ സംസാരിക്കും. അപ്പോഴേക്കും സച്ചിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വെറുതെ രേവതി എന്നെ ദേഷ്യം പിടിപ്പിക്കുക. ഞാൻ നോർമലായിട്ട് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ചിട്ട് ദേഷ്യം പിടിക്കുന്നത്? എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താന്നുള്ള വിവാഹ വാർഷികത്തിനെന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്. അത് നിനക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല അല്ലേ? നിങ്ങൾ ഓരോ മിനിറ്റും മാറി മാറി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെയാ മനസ്സിലാകുന്നത്? നിനക്ക് അറിയില്ലെങ്കിൽ വേണ്ട, ഇനി അറിയും വേണ്ട. അത് സച്ചി ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോഴും രേവതി പറയുന്നുണ്ട്, ഇപ്പോഴും നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിന് ഞാൻ തെറ്റ് ചെയ്യണം? ഞാൻ തെറ്റായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. നീ എല്ലാത്തിനും അർത്ഥം കണ്ടുപിടിച്ചിട്ട് ഓരോന്ന് പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോണെന്ന് വിചാരിച്ച എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് ഇറങ്ങി പോവാണ് ഫോൺ ചെയ്തുകൊണ്ട്. സച്ചി പോയി കഴിഞ്ഞതിന് ശേഷം രേവതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേവതിയുടെ അമ്മ ലക്ഷ്മി കോൾ ചെയ്യുന്നത്. പര അമ്മ എന്ന് ഫോൺ എടുത്ത ഉടനെ തന്നെ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി രേവതി നീ എന്താ വിളിക്കാണ്ടിരുന്നത്? ഞാനും വിളിക്കണമെന്ന് വിചാരിച്ച പക്ഷെ വിട്ടുപോയി. ആ അമ്മ, എനിക്ക് ജോലി തിരക്കായിരുന്നു എന്നുള്ള കാര്യം പറയണേ. ശരി, നിന്റെ പനിയൊക്കെ എങ്ങനെയുണ്ട്? കുറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ കുറഞ്ഞു. എന്തായാലും നീ കുറച്ച് ദിവസം പച്ചവെള്ളത്തിൽ കുളിക്കേണ്ട, ചൂടുവെള്ളത്തിൽ തന്നെ കുളിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശരി അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയെ കുറിച്ച് ചോദിക്കുകയാണ് ലക്ഷ്മി. സച്ചിമോൻ ജോലിക്ക് പോയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോയി എന്ന് പറയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അറിയില്ലാമേ, എന്നെ അവരുടെ തലയിൽ കെട്ടിവെച്ചതല്ലേ, ആ ബുദ്ധിമുട്ട് എന്തായാലും അവർക്കുണ്ടാവില്ലേ? എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ ശബ്ദം ഒട്ടും ശരിയല്ലല്ലോ. എന്താ രേവതി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീയും സച്ചിയും കൂടി അടിയുണ്ടാക്കിയോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ എന്നൊക്കെ ഭയങ്കര ടെൻഷനോട് കൂട്ടിയിട്ട് ലക്ഷ്മി ചോദിക്കുകയാണേ. എനിക്കൊന്നും അറിയില്ലാമേ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. ലക്ഷ്മി ഫോൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറി വരുമ്പോ ദേവു ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണേ. അമ്മ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ലേ. ലക്ഷ്മിയുടെ ഭാവം കാണുമ്പോഴേക്കും എന്തോ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ദേവു അരികിലേക്ക് ചെന്നിട്ട് എന്തു പറ്റി അമ്മയെന്ന് ചോദിക്കുന്നുണ്ടേ. അവള് നല്ല രീതിയിലൊന്നും സംസാരിച്ചില്ല, എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. അവള് ഭയങ്കര ദേഷ്യത്തിലാണ്. അമ്മയോടാണോ ദേഷ്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ലടി, അവിടെ എന്തോ നടന്നിട്ടുണ്ട്, സച്ചിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ? അവരെന്തിനാണ് അമ്മയെ അടിയുണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അത് കേട്ടുകൊണ്ടാണ് ശരത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അല്ലെങ്കിലും ഇതെന്താ പുതിയ കാര്യമാണോ? എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ചേച്ചിയുമായിട്ട് അടിയുണ്ടാക്കലല്ലേ അയാളുടെ പണി. നീ എന്താണ് സച്ചിയെ ബഹുമാനം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്? പിന്നെ ഇങ്ങനെ ബഹുമാനം കൊടുത്തിട്ടല്ലേ അവരെ തലയിലേറ്റും കൊണ്ട് ആടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ചേച്ചിയെ അവരിങ്ങനെ ചവിട്ടി തയ്ക്കുന്നത്. അപ്പോഴേക്ക് ദേവും പറയുന്നുണ്ട്, അവിടെ എന്താ നടന്നെന്നുള്ള കാര്യം അറിയാതെ നീ സച്ചിയേട്ടനെ കുറിച്ച് ചുമ്മാ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. അതിനെ കുറിച്ചാണല്ലോ അമ്മ പറഞ്ഞത്, ചേച്ചിയുടെ ശബ്ദമേ ശരിയല്ല എന്നുള്ള കാര്യം. ചേച്ചിക്ക് അവിടെ പ്രശ്നം കൊടുക്കാൻ വേണ്ടിയിട്ട് ആകെ രണ്ട് പേര് മാത്രമേ അവിടെ ഉള്ളൂ. ഒന്ന് ചേച്ചിയുടെ അമ്മായിമ്മയും പിന്നെ ഒന്ന് ഇയാളും. അമ്മായിമ്മയുടെ സംസാരം കേട്ട് ചേച്ചിക്ക് ഇപ്പൊ ശീലമായതുകൊണ്ട് ചേച്ചി അത്ര ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. എന്നാ ഇപ്പോ എന്തോ പോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇയാൾ തന്നെയായിരിക്കും. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. ശരത്തിന്റെ സംസാരം കേൾക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, നീ വലിയ ഡിറ്റക്റ്റീവിനെ പോലെ ഒന്നും സംസാരിക്കണ്ട.
അമ്മേ ചേച്ചി വേറെന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുമ്പോ ഇല്ലടി, അവള് കൂടുതലൊന്നും പറയാതെ വെച്ചു. അവിടെ എന്താ നടന്നെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുമ്പോ അവിടെ അറിയാൻ ഇതുമാത്രം എന്താ ഉള്ളത്, അയാള് സാധാരണ പോലെ കുടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് കരയുന്നുണ്ടാകും. ഇങ്ങനെ ഒരുത്തനെ തലയിൽ കെട്ടി വെച്ചിട്ട് ചേച്ചിയുടെ ജീവിതമാണ് നശിച്ചത്. എടാ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവിടെ എന്താ നടന്നെന്നുള്ള കാര്യം അറിയാതെ ഞാൻ തന്നെ സങ്കടത്തിലുള്ളത്. അതിന്റെ ഇടയ്ക്ക് നീ വെറുതെ എന്നെ ദേഷ്യപ്പെടുത്തരുത് എന്നുള്ള കാര്യം ലക്ഷ്മി പറയുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കാനാണ്, അയാൾ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അത് അധികം വൈകാതെ ചേച്ചി തന്നെ വന്നിട്ട് പറയുന്നുണ്ടാകും. ശരി, എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ശരത്ത് ഇറങ്ങുവാണേ. അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട് നീ ഭക്ഷണം കഴിച്ചിട്ട് പോടാ എന്ന്. വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിന്ന് പോവാണേ. ലക്ഷ്മി ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമ്മേ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി തന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചോളൂ, ഞാൻ ഇഡ്ഡലി എടുത്ത് വെക്കാൻ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ദേവു ഉള്ളിലേക്ക് പോവാണ്. അപ്പോഴും ലക്ഷ്മി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചി കാറ് ഷെഡിൽ കൊണ്ടേ ഒതുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെയുള്ള എല്ലാ ഫ്രണ്ട്സും കൂടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയിട്ട് വരാ എന്നുള്ള കാര്യം. എയർപോർട്ടിലാണ്. ആർക്ക് ട്രിപ്പില്ലെങ്കിലും എന്തായാലും സച്ചിക്ക് ട്രിപ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ കളിയാക്കുന്ന രീതി പറയുമ്പോഴേക്കും രാവിലെ തന്നെ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ചൂടാവാണേ. സച്ചിയുടെ ദേഷ്യം കാണുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട് നീ എന്താ ടീ കടയിൽ ചായ മാതിരി ഭയങ്കര തളച്ചിരിക്കുന്നത്. അപ്പോഴേക്കും അതിലുള്ള ഒരാൾ പറയുന്നുണ്ട് സച്ചി നിന്നെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ നിന്നത്, വെറുതെ അവൻ ഭയങ്കര ദേഷ്യത്തിലുള്ളത്, അവനെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്നുള്ള കാര്യം മഹേഷ് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് സച്ചി എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവൻ മുന്നിൽ വന്ന് നിൽക്കുമല്ലോ, ഞാൻ അവരോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരു 500 രൂപ തരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് സച്ചി ഒഴിഞ്ഞു മാറുമ്പോഴേക്കും ഒരു 200 രൂപയെങ്കിൽ താടാ എന്ന് പറയാണേ. എന്റെ കയ്യിലില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ നീ ട്രിപ്പൊക്കെ പോയിട്ട് വന്നല്ലേ, അപ്പോ നിന്റെ കയ്യിൽ എന്തായാലും കാശ് കാണും, കാശുണ്ടാവും വിചാരിച്ചിട്ട് നിനക്ക് തരണമെന്നുണ്ടോ? നീ എന്തോ തന്നു വെച്ചതുപോലെ ഉണ്ടല്ലോ നിന്റെ സംസാരം. എന്താ സച്ചി നീ ഇങ്ങനെ പറയുന്നത്? നിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായാലും തരുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്, അതിന് മാത്രം നിനക്ക് എന്താ ഇത്ര ആവശ്യം എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോൾ രാവിലെ ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കിയിട്ടാ വന്നത്, വൈകുന്നേരം പോകുന്ന സമയത്ത് എന്തെങ്കിലും മേടിച്ചിട്ട് പോവാന്നുള്ള കാര്യം വിചാരിച്ചു. ഓ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യം. അപ്പൊ ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വെറുങ്കായോട് കൂടിയിട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അതെന്താ പോയാലോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി തട്ടിക്കയറുവാണേ. നീ എന്തിനാടാ എല്ലാത്തിനും തട്ടിക്കയറുന്നത്? അതല്ല, അടിയുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെറുങ്കായോട് കൂടിയിട്ട് പോകാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത് അതൊരു കീഴ്വഴക്കമായി മാറിയിട്ടുണ്ട്. ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയെ സമാധാനപ്പെടുത്തണം. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കുന്ന അടിയുണ്ടല്ലോ അത് കോൾഡ് മാതിരിയാണ്, നമ്മൾ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ അതങ്ങ് മാറിക്കോളും. എന്നാൽ ഭാര്യയുമായിട്ട് ഉണ്ടാക്കുന്ന അടിയുണ്ടല്ലോ അത് കഴുത്തിൽ വെട്ടുകൊണ്ട പോലെയാണ്, ഉടനെ തന്നെ മരുന്ന് തയ്ക്കണം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് ആളെ തന്നെ ഇല്ലാതാക്കും. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അല്ല അതെന്താടാ അങ്ങനെ, ഭർത്താവിന്റെ മേലെ എന്തെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കണം, അപ്പൊ ഭാര്യയുടെ മേലെ തെറ്റുണ്ടെങ്കിൽ ഭർത്താവിന് മേടിച്ചു തരണ്ടേ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും എല്ലാവരും കൂടി ചിരിക്കുവാണ്. അവ പറയുന്നത് കേട്ടില്ലേ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടേ ചിരിക്കുന്നത്. നിർത്തട, എന്തിനാണ് എല്ലാവരും ഇപ്പൊ ചിരിക്കുന്നത്? സച്ചി നീ ഇങ്ങനെയൊന്നും ഒരിക്കലും ഭാര്യയുടെ മുമ്പെന്ന് പറയരുത്. രണ്ട് നാട്ടുകൂട്ടങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തെറ്റ് അവരുടെ തെറ്റ് എന്നൊക്കെ പറയാം. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഭാര്യയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഭർത്താവിന്റെ മേല് മാത്രമായിരിക്കും തെറ്റുണ്ടാവുക. ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതാടാ പറഞ്ഞത്, എഴുതപ്പെടാത്ത വിധി, ഇത് ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ല. ആഹാ ഇത് കൊള്ളാലോ. അപ്പൊ അടിയുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് സമാധാനപ്പെടുത്തണം. അവര് ആവശ്യമില്ലാത്ത ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ചെലവാക്കിയിട്ട് അവരെ സമാധാനപ്പെടുത്തണമെന്നോ? സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ കുടുംബം സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിൽ നിൽക്കും. എന്തായാലും 200 രൂപ എടുത്ത് കൊടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുത്ത് നീ എന്തായാലും പോയിട്ട് നിന്റെ ഭാര്യയെ സമാധാനപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണേ. അപ്പോഴും സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ വീട്ടിൽ എന്തോ വലിയ പഞ്ചായത്ത് നടന്നത് പോലെ ഉണ്ടല്ലോ നിന്റെ ചിന്ത. അതേടാ, എന്റെ ഒരു ഫ്രണ്ട് അവന്റെ ചേട്ടന്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടന്റെ കല്യാണം മുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനെ നിന്റെ തലയിൽ കെട്ടിവെക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിന് രേവതി എന്നോട് ദേഷ്യപ്പെട്ടു എന്നുള്ള കാര്യം പറയണേ. പിന്നെ ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് ദേഷ്യപ്പെടാതെ പിന്നെ നിന്നെ എടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിക്കും. നിന്റെ വായ തന്നെയാടാ നിന്റെ പ്രശ്നം എന്നുള്ള കാര്യം മഹേഷ് സച്ചിയുടെ അടുത്ത് പറയുമ്പോൾ എന്ന് കരുതിയിട്ട് ഇപ്പൊ എന്താ എന്റെ വായ മാറ്റി വെക്കാൻ വേണ്ടി പറ്റുമോ? ഇനിയിപ്പോ എന്താ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ നീ നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് സമാധാനപ്പെടുത്ത്. എന്താ മേടിച്ചിട്ട് പോയെന്ന് സച്ചി ചോദിക്കുമ്പോൾ അവൾക്ക് എന്താണ് ഇഷ്ടം അവൾ ഓരോ സമയത്ത് ഓരോന്ന് പറയും. സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് പൊതുവായിട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ പണമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വർണം അതുപോലെ ഡയമണ്ട് ഒക്കെ മേടിച്ചിട്ട് പോകും, ഇല്ലാത്തവൻ മുല്ലപ്പൂ മേടിച്ചിട്ട് പോകും. അവള് കൊട്ടക്കണക്കിന് മുല്ലപ്പൂ വെച്ചുകൊണ്ടല്ലേ നടക്കുന്നത്. ഞാൻ മുല്ലപ്പൂ മേടിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ വെറുതെ ഓവറായിട്ട് സംസാരിക്കും. എന്തിനാ മുല്ലപ്പൂ മാത്രമാക്കുന്നത്, കൂടെ എന്തെങ്കിലും സ്വീറ്റ്സും കൂടി മേടിച്ചിട്ട് പോവോ? കാലാകാലമായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, ഒന്നെങ്കിൽ മുല്ലപ്പൂ അല്ലെങ്കിൽ ഹൽവ, പോരാത്തിന് ഒരു എക്സ്ട്രാ സ്വീറ്റും. അവൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ള കാര്യം ഞാൻ അവളടുത്ത് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ എടുത്ത് വിളിക്കുകയാണേ. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ, കട്ട് ചെയ്ത് കളയാന്നുള്ള കാര്യം പറയാനേ.
ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരാ ഫോൺ എടുക്കുക? അപ്പൊ ഞാൻ അവൾക്ക് എന്താണ് മേടിച്ചുകൊണ്ട് കൊടുക്കുക എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അത് നിൽക്കട്ടെ, നീ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുകയാണെ, ഒന്ന് പോടാ, രാവിലെ അവള് ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയുന്ന ഒരു മെസ് ഉണ്ടടാ, അവിടെ നല്ല സൂപ്പർ ഫുഡ് കിട്ടും. അത് മാത്രമല്ല അവിടെ സ്വീറ്റ്സ് ഉണ്ടാവും, അവിടുന്ന് നമുക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് പോകാം. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അടിയുണ്ടാക്കി ഇനിയിപ്പോ ആവശ്യമില്ലാത്ത ചെലവാണെന്നുള്ള കാര്യം സച്ചി പറയണേ. എന്തായാലും ഇനി അടി ഉണ്ടാക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണം ഓരോരോ കാര്യങ്ങൾ പറയാന്നൊക്കെ പറയുമ്പോഴേക്കും ഇതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ്, നീ ചുമ്മാ ഓരോന്ന് പറയാതെ വാടാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് സച്ചിയെയും കൂട്ടിയിട്ട് പോവാണേ. മഹേഷ് എന്നിട്ട് സച്ചിയെയും കൂട്ടിയിട്ട് ആ പറഞ്ഞ കടയിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. എന്താടാ ഈ സമയത്ത് ഇത്രയും തിരക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കഴിക്കണമായിരുന്നു എന്ന് പറയണേ. അങ്ങനെ ഒരു ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അത് ഒരു ഭാര്യയും ഭർത്താവും കൂടി നടത്തുന്ന മെസ്സിലേക്കാണ്. അവിടെ ഇറച്ചിക്കറിയൊക്കെ കൂട്ടി നല്ല സൂപ്പർ മീൽസ് ആണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. അത് കഴിച്ചിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് ആരാ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം. എല്ലാം എന്റെ ഭാര്യ തന്നെയാണെന്ന് അയാൾ പറയുമ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ അച്ഛൻ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചതുപോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. എരിവും ഉപ്പും അതുപോലെ പുളിയും എല്ലാം കറക്റ്റ് ആണെന്നുള്ള കാര്യം പറയുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് ഇവിടെ വരുന്ന എല്ലാവരും അത് പറയാറുണ്ട് എന്ന്. എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് പറയാറുണ്ട്, സച്ചി, ഒരാൾക്ക് പണം കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ ദാനമായിട്ട് നൽകേണ്ടത് വയറ് നിറച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് 100 കോടി പുണ്യം കിട്ടും എന്നുള്ള കാര്യം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദിവസം തന്നെ കോടി പുണ്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം പറയാണ്. അപ്പോഴേക്കും അവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ആ ചേച്ചി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഭക്ഷണം നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളെ അഭിനന്ദിക്കാറുണ്ട്. പക്ഷെ ഇതുപോലെ ആരും അഭിനന്ദിച്ചിട്ടില്ല. നല്ല കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ പറയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാണേ. രേവതിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് എന്റെ ഭാര്യയാണ്, അവള് പൂ വ്യാപാരം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാൻ അവളെ കൂട്ടിയിട്ട് വരാം എന്നുള്ള കാര്യം പറയുമ്പോൾ ഉറപ്പായിട്ടും കൂട്ടിയിട്ട് വരണം. ഞങ്ങൾ ഇവിടെ പാരമ്പര്യമായിട്ടുള്ള രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടെ കുറച്ച് സ്നേഹം കൂടി കൂട്ടി വിളമ്പുന്നത് കൊണ്ടാണ് ഭക്ഷണം എല്ലാം നന്നാവുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ അങ്ങനെയുണ്ടല്ലേ, അതുകൊണ്ടാണ് എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും എനിക്ക് ഇഷ്ടാവുന്നത് എന്നുള്ള കാര്യം പറയാണേ. അങ്ങനെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സച്ചി പറയുന്നുണ്ടല്ലോ. അത് കേൾക്കുമ്പോഴേക്കും ചേച്ചി എന്തായാലും നിങ്ങളുടെ ഭാര്യ പുണ്യം ചെയ്തവളാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഭാര്യയെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, പേരെന്താ പറഞ്ഞെന്നുള്ള കാര്യം ഒന്നുകൂടി ചോദിക്കുമ്പോൾ സച്ചി എന്ന് പറയണേ. അപ്പൊ ആ ചേച്ചി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അല്ല എന്റെ പേരാണ് സച്ചി, അവളുടെ പേര് രേവതി എന്നാണ്. അത് കഴിഞ്ഞ് എന്താ ജോലി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കാർ ഓടിക്കുക എന്നുള്ള കാര്യം പറയുകയാണെ. നമ്മളെല്ലാവരും ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എന്റെ കയ്യിൽ സ്റ്റിയറിംഗും നിങ്ങളുടെ കയ്യിൽ കറണ്ടും അല്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കൈകൊണ്ടല്ലേ ജോലി ചെയ്യുന്നത്, അത് മാത്രമാണോ നമ്മൾ ഒരുപാട് ആൾക്കാരെ ദിവസവും കാണുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ നിങ്ങൾ അങ്ങനെയാണല്ലേ പറഞ്ഞു വരുന്നത്, ഓക്കെ സാർ, എന്തായാലും ഭക്ഷണം പോലെ തന്നെ നിങ്ങളുടെ സംസാരം സൂപ്പറാണ് സാർ എന്നൊക്കെ പറയാണ് കേട്ടോ സച്ചി. ഞങ്ങളുടെ ഹോട്ടൽ നന്നാവുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ നല്ല ഒരു നന്നാവുക എന്നുള്ള രീതിയിലാണല്ലോ. നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് അവര് പറയുമ്പോൾ അത് ശരിയാണ്, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. ഒരു ദിവസം രേവതിയും കൂട്ടിയിട്ട് വരാനൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തൊരു സ്പെഷ്യൽ സ്വീറ്റിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തേങ്ങയും അതുപോലെ വെള്ളമൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് ഒന്ന് പാർസൽ ചെയ്യോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹേഷ് സമാധാനപ്പെടുത്തണല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കടാ, എന്തു പറ്റി? അത് ചെറിയൊരു പിണക്കം ഭാര്യയുമായിട്ട്. ഓ അതാണല്ലേ, അപ്പൊ അതൊക്കെ അവിടെ ഉണ്ടല്ലേ. എന്തായാലും സ്വീറ്റ് മേടിച്ചു കൊണ്ടുപോയി കൊടുത്തോളൂ, പിണക്കം ഇണക്കമായിട്ട് മാറിക്കോളൂ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബില്ലടയ്ക്കാൻ വേണ്ടി പോവാണേ. വീണ്ടും ഭക്ഷണത്തെ കുറിച്ച് വീണ്ടും പുകഴ്ത്തി പറയുന്നുണ്ട്, നല്ല ഭക്ഷണമാണെന്നൊക്കെ. ഇനി എവിടെയെങ്കിലും പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്നേ കഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പൈസ കൊടുത്തതിന് ശേഷം അവരുടെ കാർഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും വീട്ടിലെ വിശേഷങ്ങൾക്കൊക്കെ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നിങ്ങൾ കൊടുത്തു വിടാ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ആ കാർഡ് മേടിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി മേടിച്ച ആ സ്വീറ്റ്സും കൂടി പാർസൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. സച്ചി പോകുന്നത് കാണുമ്പോൾ നല്ല പയ്യനാണെന്നൊക്കെ അവര് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ വിളക്ക് കത്തിക്കുന്ന സമയമായി. അപ്പോഴും രേവതി വീട്ടിലില്ല കേട്ടോ. ചന്ദ്രമതി പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് വരുന്നുണ്ട്. ഈ നേരമായിട്ടും അവൾക്ക് ഇങ്ങോട്ട് എഴുന്നള്ള നേരമായിട്ടില്ലെന്ന് തോന്നുന്നു. ആരോടും പറയാതെ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ്. അവളുടെ ഇഷ്ടത്തിന് എന്തു ആവാലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിറുപിറുത്തോണ്ട് നിൽക്കുമ്പോഴാണ് രേവതി വെള്ളം എടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് രവി കയറി വരുന്നത്. രവിയുടെ വരവ് കാണുമ്പോഴേക്കും രാവിലെ കല്യാണത്തിന് പോയിട്ട് നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതല്ലേ ചന്ദ്രേ, രാത്രിയിലെ വരുള്ളൂ എന്നുള്ള കാര്യം. വീണ്ടും രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. നിങ്ങൾ എന്തിനാ വിളിച്ചു പോകുന്നത്? അവളിവിടെ ഉണ്ടെങ്കിലല്ലേ വരുള്ളൂ, അവളിവിടെ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രവി.
താഴെ അവളുടെ സ്കൂട്ടർ ഉണ്ടല്ലോ, അപ്പോ അവൾ ഇവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചാന്നുള്ള കാര്യം പറയുമ്പോ അപ്പൊ അവള് വണ്ടി എടുക്കാണ്ടാണോ പോയത്, നടന്നിട്ട് നാട് ചുറ്റാൻ വേണ്ടി പോയതാണോ? ചന്ദ്രമതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും നിന്നെ കൊണ്ട് വയ്യ ചന്ദ്രേ, എപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിനക്ക് എന്തെങ്കിലും പറയണല്ലോ. അവള് ചിലപ്പം പൂ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും, അല്ലെങ്കിൽ സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ട് എവിടെയെങ്കിലും പുറത്ത് പോയതായിരിക്കും. എവിടെ പോവാണെന്നുണ്ടെങ്കിലും അവൾക്കൊന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? ഉറങ്ങി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ആളെ കാണുന്നില്ല. അവള് ഉച്ചയ്ക്ക് എവിടെ പോയതുപോലെയാണ് തോന്നുന്നത്. ശരി, എന്തായാലും അവള് വരുമല്ലോ, നീ കുടിക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം എടുത്തോണ്ട് വായെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ അവിടുന്ന് പറഞ്ഞു വിടുവാണേ രവി. അത് കഴിഞ്ഞ് സച്ചി വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ശരി അച്ഛ, ഒരു മിനിറ്റ്, രേവതി എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. എടാ, രേവതി വീട്ടിലില്ല എന്നോ? അവളുടെ വണ്ടി പുറത്തുണ്ടല്ലോ, ഞാനും വരുന്ന സമയത്ത് കണ്ടടാ. നിന്റെ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ അവള് വീട്ടിലില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ആണോ? അപ്പൊ അവള് വണ്ടി എടുക്കാതെ എവിടെ പോയതാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഫോൺ ചെയ്ത് നോക്കടാ എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. ഞാൻ അപ്പോഴേ ചെയ്തു, പക്ഷെ അവള് ഫോൺ എടുത്തില്ല. ഇപ്പൊ ചെയ്ത് നോക്കടാ എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി ഫോണെടുത്ത് വിളിക്കുന്നുണ്ട്. പക്ഷെ ഫോണ് സ്വിച്ച് ഓഫ് ആണേ. ഫോൺ അച്ഛാ സ്വിച്ച് ഓഫ് ആണെന്നുള്ള കാര്യം രവിയുടെ അടുത്ത് പറയുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, അവളെന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? ഇത് കേട്ട ഉടനെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ, എന്നാലാണല്ലോ അവൾക്ക് നാട് ചുറ്റാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സൗകര്യമാവുള്ളൂ. നിങ്ങൾ തേടി പിടിച്ചു കൊണ്ടുവന്ന മരുമകളല്ലേ, ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു. ഇതാണ് നിങ്ങൾ കൊണ്ടുവന്ന മരുമകളുടെ ലക്ഷണം എന്നൊക്കെ പറയാണേ. അത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ചുമ്മാ അവരുടെ അടുത്ത് വായ വെച്ച് മിണ്ടാതിരിക്കാൻ വേണ്ടി പറ. ഇവര് വാ വെച്ചിട്ട് രാവിലെ തന്നെ എന്തൊക്കെയോ രേവതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ അപ്പോഴേ ദേഷ്യത്തിലായിരുന്നു. ചന്ദ്രൻ, നിനക്ക് വായ അടച്ചിട്ട് കുറച്ചു നേരം ഇരിക്കാൻ വേണ്ടി പറ്റില്ലേ? നീ പോയിട്ട് നിന്റെ ജോലി നോക്കുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുവാണ്. നിങ്ങൾ എന്നെ മാത്രം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അവള് ആരടുത്തും പറയാതെ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി. അവളെ ചോദ്യം ചെയ്യേണ്ട, എന്നെ മാത്രം ഓരോന്ന് പറഞ്ഞോന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പിറുപിറുത്തും കൊണ്ട് അവിടുന്ന് പോവാണ്. തുടർന്ന് നമ്മുടെ സച്ചിയുടെ അടുത്ത് രവി പറയുന്നുണ്ട്, അവള് ചിലപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫോൺ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രവി റൂമിലേക്ക് പോവാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. കാരണം രേവതി രാവിലെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ എവിടെ പോയി എന്നുള്ള കാര്യം അറിയത്തുമില്ല, ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെ രാത്രിയായിട്ടോ, അപ്പോഴും രേവതിയെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് രവിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കേണ്ട അവസ്ഥയായി. എല്ലാ ജോലിയും എന്റെ തലയിലിട്ടിട്ട് അവള് പോയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എന്താ നീ കാപ്പി ഉണ്ടാവില്ലേ? എല്ലാം അവൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അവൾ എന്ത് ചെയ്തു എന്നാണ്. രാവിലെ ഭക്ഷണം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം ഭയങ്കര അഹങ്കാരത്തോടു കൂടി അവള് പറയുന്നുണ്ടായിരുന്നു. ആര്? രേവതി അങ്ങനെ പറഞ്ഞുന്നോ? നീ വെറുതെ തോന്നുന്ന പോലെ ഓരോന്ന് പറയാണോ? അവള് എന്തെങ്കിലും ജോലി ചെയ്യാണ്ടിരുന്നിട്ടുണ്ടോ? രവിയേട്ടാ, ഞാൻ സത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പോയതിനു ശേഷം അവള് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും ഹോട്ടലിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. വേണമെങ്കിൽ ഇവനടുത്ത് ചോദിച്ചു നോക്ക്, ഇവനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതച്ചാ, അവൾ എന്തോ ടെൻഷനിലായിരുന്നു. അവള് മൂഡ് ഔട്ട് ആയിട്ട് ഇരുന്നിട്ട് വീട്ടിലുള്ള എല്ലാവരും പട്ടിണിക്ക് ഇട്ടു. ഉച്ചയ്ക്കും അവൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. വർഷ പോകുന്നതിന് മുമ്പ് എനിക്കുള്ള ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് തരുക ചെയ്തത്. അത് കഴിഞ്ഞ് ശ്രീകാന്ത് വരുന്നുണ്ട് കേട്ടോ. വാ ശ്രീകാന്തേ, വർഷ ഇതുവരെ വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ, വർക്ക് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അമ്മേ. കണ്ടില്ലേ, എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി, ഇനിയും ഭക്ഷണം ഉണ്ടാക്കുന്നവളെ കാണുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി എന്താ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ? വേണമെങ്കിൽ ഇവരെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ അച്ഛ എന്നുള്ള കാര്യം പറയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ചേച്ചി വീട്ടിലില്ലേ? അതെടാ, രേവതി ഇതുവരെ വീട്ടിലേക്ക് വന്നില്ല. ശ്രീകാന്ത്, നിനക്ക് എന്തെങ്കിലും അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛാ, രാവിലെ ഞാൻ റെസ്റ്റോറന്റിലേക്ക് പോയതല്ലേ. രേവതി വർഷയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛാ, ഞങ്ങള് ലഞ്ച് ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. അവള് ഒന്നും പറഞ്ഞില്ലല്ലോ. സാധാരണ രേവതി ചേച്ചി എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ സമയത്തിനകം വരേണ്ടതാണല്ലോ, ഇന്നും വന്നില്ലേ? ഫോണ് ഓഫ് ആണടാ എന്നുള്ള കാര്യം രവി പറയുമ്പോൾ, ഒരുപക്ഷെ ചാർജ് ഉണ്ടാവില്ല അച്ഛാ, അതുകൊണ്ടായിരിക്കും. അത് കേട്ട ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും അല്ലടാ, ഫോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഓണാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും വിളിക്കില്ലേ? വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണ്ടേ, അതുകൊണ്ടാണ്. രേവതി അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. അവള് ജോലിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ശ്രുതി വരുന്നുണ്ട് കേട്ടോ. നീ എന്താടാ നിന്റെ കാറ് ഗേറ്റിന്റെ മുന്നിൽ തന്നെ വെച്ചിരിക്കുന്നത്? അപ്പൊ ഞാൻ കാർ എവിടെ ഇടുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിന്റെ തലയിൽ വെച്ചോടാ, നീ വെറുതെ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യത്തോടു കൂടി അവന്റെ നേർക്ക് കയറുവാണ്. സച്ചിയുടെ ദേഷ്യം കാണുമ്പോഴേക്കും, അമ്മ എന്ത് പറ്റി ഇവനെന്നുള്ള കാര്യം ചോദിക്കാടെ ശ്രുതി. അവന്റെ ഭാര്യയെ കാണുന്നില്ല, അതുകൊണ്ടാണ് അവൻ എങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ചന്ദ്രൻ, നിനക്കെന്താ ബോധമില്ലേ? അവള് വരാൻ വേണ്ടി ലേറ്റ് ആവുന്നു, അത്രേ ഉള്ളൂ. അതിന് നീ എന്താ കാണാതെ പോയി എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ, അമ്മേ അപ്പൊ ഇനിയും ഭക്ഷണം ഉണ്ടാക്കിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതിന് അവള് വരണ്ടേടാ, രാവിലെയും ഇങ്ങനെ തന്നെ ചെയ്തത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. അമ്മേ, ഞാൻ ഭയങ്കര ടയേർഡാണ്. ഇന്ന് ഞാൻ എത്ര ഡീലേഴ്സിനെ കണ്ടു എന്നുള്ള കാര്യം അറിയോ? അവരടുത്ത് സംസാരിച്ച് എന്റെ എനർജി എല്ലാം പോയി. സുധി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തും പറയുന്നുണ്ട്, സുധിയേട്ടാ, ഇവിടെ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാവരും ടയേർഡായിട്ട് തന്നെയാണ് വരുന്നത്. അത് കേട്ട സുധി, എന്താടാ, ഞാനെന്താ നിങ്ങളെ പോലെ മാനുവൽ ജോലിയാണോ ചെയ്യുന്നത്? ഞാൻ ആരടുത്തും പോയി നിന്നിട്ട് കൈ കെട്ടിയിട്ട് ജോലി ചെയ്യല്ല.
മുതലാളിയാണ്. ഒരുപാട് ചിന്തിക്കുകയും ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുകയും വേണം. അപ്പൊ ഞങ്ങളൊക്കെ എന്താ ബ്രെയിൻ എടുത്തിട്ട് താഴെ വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. നന്നായിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആയിട്ട് ഇടണം. അതിനും ബ്രെയിൻ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ക്യാരക്ടർക്ക് അനുയോജ്യമായ രീതിയിൽ വോയിസ് മോഡുലേഷൻ മാറി മാറി ചെയ്യണം. ഞങ്ങളതും ക്രിയേറ്റീവ് ജോബ് തന്നെയാണ്. ശ്രീകാന്തിന്റെ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രീകാന്ത്, നീ എന്തിനാ ഇപ്പൊ ടെൻഷൻ ആവുന്നത് എന്നുള്ള കാര്യം. പിന്നെ അല്ലാതെ ചേച്ചി, ഞങ്ങൾ ആരും ചെയ്യുന്ന ജോലിയല്ലാത്തതുപോലെ സംസാരിക്കുന്നു. അയ്യോ ശ്രീകാന്തെ, അങ്ങനെയല്ല ശ്രുതി ഉദ്ദേശിച്ചത്. ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്ന സമയത്ത് നിറയെ എഫോർട്ട് ഇടണ്ടേ, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയല്ല ശ്രുതി, ബിസിനസ് ചെയ്യുന്നതാണ് ഭയങ്കര കഷ്ടം എന്നുള്ള കാര്യം ശ്രുതി. മറ്റു ജോലിയെല്ലാം വളരെ ഈസിയാണ്. അങ്ങനെ എല്ലാ ജോലിയും ഈസി അല്ല ശ്രുതിയേട്ടാ, എല്ലാത്തിനും ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ, എടാ എന്റെ ജോലി സ്മാർട്ട് വർക്ക് ആണ്, എല്ലാവരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, അങ്ങനെ ശ്രുതി ആരുടെ ജോലിയും കുറച്ചും നിന്റെ ജോലി വലുതായിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. നീ നിന്റെ അമ്മയെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇല്ല അങ്കിൾ, അവരെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ശ്രുതിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ശ്രുതി. അല്ല ശ്രുതി, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് നീ ഒന്നും സംസാരിക്കേണ്ട, പോയിട്ട് കാറ് ഒരു സൈഡിലാക്കി പാർക്ക് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാണേ. ശ്രുതി അങ്ങ് പോകുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ഇതാണ് ശരിയായ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരും. ഇങ്ങനെ നടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് രേവതി ഇവിടുന്ന് പോയത്. ഇനി എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? അത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായില്ലേ രേവതിയുടെ വില എന്താണ് എന്നുള്ള കാര്യം. അവൾ ഒരു ദിവസം ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാരും ഇവിടെ പട്ടിണിയാണ്. ഇത് അറിയാതെ എപ്പോ നോക്കി കഴിഞ്ഞാലും അവളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ നിങ്ങൾ അവൻ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ള കാര്യം ചന്ദ്രമതി രവിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ സത്യം തന്നെയല്ലേ പറയുന്നത്. ഇന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ല ദിവസം മൊത്തം എന്നുള്ള കാര്യം നീ പറഞ്ഞില്ലേ. രേവതി ഇല്ലാത്തത് കൊണ്ട് രാവിലെ മുതൽ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുമല്ലേ, ശരീരത്തിനും നല്ലതല്ല. രേവതിയാണ് ഈ വീട്ടിലെ തൂണ് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്ര, അതെ അവളുടെ തലയിലാണല്ലോ ഈ വീട് കെട്ടിവെച്ചിരിക്കുന്നത്. ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങള്. ഇപ്പൊ തന്നെ സമയം 8 മണിന് മുകളിലായി. ഇനി അവൾ എപ്പോഴാണ് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുക? അമ്മ എല്ലാ ദിവസവും രേവതി ചേച്ചി തന്നെ ഭക്ഷണം ഉണ്ടാക്കണമെന്നൊന്നും ഇല്ലല്ലോ. അവരെന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് പോയതായിരിക്കും. ഞാൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോ, എടാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീ ജോലി ചെയ്തിട്ട് വന്നതല്ലേ, ഇവിടെ നീയും ഇനിയും ഭക്ഷണം ഉണ്ടാക്കണോ? അതൊന്നും വേണ്ട, ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. അപ്പോഴേക്കും ആന്റി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതിക്ക് ഒരു വിചാരം അവളെ വിശ്വസിച്ചിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അങ്ങനെയല്ല എന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണോ ആന്റി എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ, ഇന്ന് നീ ഭക്ഷണം ഉണ്ടാക്കണം. ഞാനോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അതെ എനിക്ക് കുറച്ചൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോ, അത്രയും മതി, നീ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയാണേ.